നമസ്കാരം. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് അമേരിക്ക. സിറിയയിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടാണ് അമേരിക്ക മറുപടി നൽകിയത്. ഈ വാർത്തയാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും ആയുധ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ഓപ്പറേഷൻ ഹോക്കി എന്നാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെറ്റ് വിശദമാക്കുന്നത്. സിറിയയുടെ മധ്യഭാഗത്തുള്ള നിരവധി ലക്ഷ്യസ്ഥാനങ്ങൾ യുദ്ധവിമാനം, ഹെലികോപ്റ്റർ, പീരങ്കി അടക്കമുള്ളവ ഉപയോഗിച്ചാണ് അമേരിക്ക ആക്രമണം അഴിച്ചുവിട്ടത്. ജോർദാനിൽ നിന്നുമുള്ള വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉന്നയിച്ച് BBC റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ ഡിസംബർ 13 സിറിയയിലെ പാൽമിറയിൽ IS ആക്രമണത്തിൽ 2 സൈനികരും അമേരിക്കൻ സ്വദേശിയായ ഭാഷാ പണ്ഡിതനും കൊല്ലപ്പെട്ടിരുന്നു. ശക്തമായ തിരിച്ചടി ഉണ്ടാവുമെന്ന് അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. 2 സൈനികരടക്കം 3 US കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങൾ അമേരിക്കയുടെ ശക്തമായ തിരിച്ചടി ഉണ്ടായത്. ഓപ്പറേഷൻ ഹോയിങ് സ്ട്രൈക്ക് എന്ന പേരിലാണ് സിറിയയിലെ IS കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് US ആക്രമണം ആരംഭിച്ചത്. പെന്റഗൺ മേധാവിയും ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. IS അംഗങ്ങളെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ആയുധ കേന്ദ്രങ്ങളും ഇല്ലാതാക്കുന്നതിനായി US സൈന്യം സിറിയയിലെ ഓപ്പറേഷൻ ഹോക്കി സ്ട്രൈക്ക് ആരംഭിച്ചത്. ഡിസംബർ 13 US സേനയ്ക്കെതിരെ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഇത്. അമേരിക്കക്കാരെ നിങ്ങൾ ലക്ഷ്യം വെച്ചാൽ എവിടെയാണ് എങ്കിലും നിങ്ങളെ വേട്ടയാടുമെന്നും ക്രൂരമായി കൊല്ലുമെന്നും പെന്റഗൺ മേധാവി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മധ്യ സിറിയയിലെ 70ഓളം IS കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് അമേരിക്ക വൻ ആക്രമണം അഴിച്ചുവിട്ടത്. കൂടുതൽ ആക്രമണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത്യാധുനിക യുദ്ധവിമാനങ്ങളായ F-15, ഈഗിൾ, A-10, തണ്ടർ ബോൾട്ട് തുടങ്ങിയവയും AH-65 അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും അടക്കം ഉപയോഗിച്ചാണ് US സൈന്യം IS കേന്ദ്രങ്ങളിൽ തിരിച്ചടി നടത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ജോർദാനിൽ നിന്നുമുള്ള അമേരിക്കയുടെ F-16 യുദ്ധവിമാനങ്ങളും ഹിമാർസ് മിസൈലുകളും US സേന ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് IS ഭീകരൻ നടത്തിയ ആക്രമണത്തിൽ 2 സൈനികരടക്കം 3 US കൊല്ലപ്പെട്ടത്. സിറിയയിലെ പാൽമൈറയിലായിരുന്നു സംഭവം. ആക്രമണത്തിൽ 3 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമിയെ US സൈന്യം വധിച്ചിരുന്നു. ഇതിന് പിന്നാലെ ISന് കനത്ത തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പാണ് ഇപ്പോൾ ശക്തമായ തിരിച്ചടിയായി സിറിയയ്ക്ക് നേരെ നൽകിയിരിക്കുന്നത്. എന്തായാലും അമേരിക്കക്കാരെ തൊടുന്നത് ഒന്ന് സൂക്ഷിച്ചു വേണമെന്ന ശക്തമായ താക്കീത് കൂടിയാണ് ട്രംപ് സിറിയയ്ക്ക് നൽകിയിരിക്കുന്നത്.